വെള്ളരി തയ്യൽ ഇത്രയായിട്ടുണ്ട്. നമുക്ക് വിഷുവിന് ഒരു വെള്ളരിക്കയും കൂടി നമുക്ക് സ്വന്തമായി വീട്ടിലുണ്ടാക്കാൻ പറ്റിയാൽ അതൊരു പ്രത്യേക ഒരു കാര്യമല്ലേ. അപ്പോൾ കഴിയുന്നവരെല്ലാം വീട്ടിൽ തന്നെ ഗ്രോ ബാഗിലോ നിലത്തോ ഒക്കെ 1-2 തൈകൾ വ്യാവസായികമായി വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ചെറിയ തോതിൽ നമുക്ക് മാത്രമുള്ള വെള്ളരിക്ക പറിച്ചെടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമുക്കതൊരു സന്തോഷപ്രദമായ കാര്യം തന്നെയല്ലേ. അതിനു വേണ്ടി ഞാൻ ദിവസവും ചേർക്കുന്ന നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു വളമാണിത്. ഇതാണ് ഞാൻ ദിവസവും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അധികം വേണമെന്നില്ല. നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടാകുന്ന ഒരു വളമാണിത്. ഇപ്പോൾ നമുക്ക് കുറച്ച് വെള്ളരിക്ക നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് കുറേ വളം വാങ്ങി ഇടാനൊന്നും നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കതിനുള്ള സാമ്പത്തികവും ഉണ്ടാവില്ല. ചിലപ്പോൾ അതിന് പോയി വാങ്ങാനുള്ള സമയവും ഉണ്ടായില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ഇത് എപ്പോഴും കുറേശ്ശെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള നമുക്ക് കണി വെക്കാനും നമുക്ക് വിഷുവിനുള്ള വെള്ളരിക്ക ഉണ്ടാക്കാനും വേണ്ടി നമുക്ക് ഇതൊക്കെ ഈ ഒരു വളം മതി നമുക്ക് ചേർക്കുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും ചേർത്തിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും കുറേശ്ശെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള വെള്ളരിക്ക പറിച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ചേ ഉള്ളൂ, ഒരു 2-3 ഗ്രോ ബാഗിലായിട്ട് നട്ടിട്ടുണ്ട്. മതി, ഉണ്ടായാൽ ഇത്രയും മതി. ഇത് കുറേ നടേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടാവുമെങ്കിൽ ഒരു വെള്ളരി തൈയിൽ തന്നെ നന്നായി പിടിച്ചെങ്കിൽ ഒരു 4-5 വെള്ളരിക്കയെല്ലാം കിട്ടും. അപ്പോൾ 2-3 ഗ്രോ ബാഗിൽ വന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുമല്ലോ. അങ്ങനെയാണ് പ്രതീക്ഷ. കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നിങ്ങളും കഴിയുന്നത് ഇപ്പോൾ തന്നെ നട്ട് കഴിഞ്ഞവർ അതിന് നന്നായി ഈ വളമൊക്കെ ചേർത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വളം തന്നെ നമുക്ക് മതി. ഇപ്പോൾ പുറമേ പോയി വലിയ വളത്തിൻ്റെ പീടികയിൽ പോയാൽ നമുക്കറിയാം എത്രയാണ് അതിൻ്റെ വളത്തിനൊക്കെ വില വരുന്നതെന്നും എത്രയാണ് അതിൻ്റെ ചിലവെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്നത് പോലെ നമ്മൾ കൃഷി ചെയ്യണം. ആദ്യം തന്നെ കുറേ വളമൊക്കെ വാങ്ങി അതൊക്കെ ഇട്ടിട്ട് രാസവളങ്ങളൊക്കെ ചേർത്ത്, കുറേ രാസവളങ്ങൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികമായാൽ അത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്ക് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഈ വളങ്ങളൊക്കെ ചേർത്ത് നമ്മൾ കൃഷി ചെയ്യണം. അപ്പോൾ ആ ഒരു ബലം കിട്ടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വളം കിട്ടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷവുമായിരിക്കും. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. വെള്ളരി എന്ന് പറയുന്നത് മലയാളികൾ വെള്ളരിക്ക, അതുപോലെ വെള്ളരി നടുക, വെള്ളരിക്ക ഉണ്ടാകുക, അത് മലയാളികളുടെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമായ ഒരു വികാരം എന്ന് തന്നെ പറയാം. നമുക്കിപ്പോൾ വീട്ടിലൊരു കണി വെക്കാനൊരു വെള്ളരിക്ക കിട്ടുക എന്ന് പറയുന്നത് വിഷുവിന് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വെള്ളരി 1-2 ഉള്ളെങ്കിലും അത് നമുക്ക് കണി വെക്കാൻ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഒരു സന്തോഷത്തിന് അതിരില്ലായിരിക്കും അല്ലേ. നമ്മൾ വീട്ടിൽ പറിച്ചെടുക്കുന്ന ഒന്ന് കിട്ടിയാൽ മതി. അത് നമുക്ക് നമ്മുടെ കണി അത് തന്നെ ആയിരിക്കുമ്പോൾ അത് നമ്മൾ